അത്യുൽപാദന ശേഷിയുള്ള D/T തെങ്ങാണിത്. ഇതിൻ്റെ ഈ ഉൽപാദനം ഇതുപോലെ തന്നെ നിലനിർത്താൻ ഇതിൻ്റെ ചുവട്ടിൽ പുതയിടണം, അതുപോലെ ജലസേചനം കൊടുക്കണം, വളം കൊടുക്കണം. അതാണ് കാണിക്കുന്നത്. 50 ലിറ്റർ വെള്ളം ആവശ്യമാണ് ഒരു ദിവസം. പക്ഷേ അത്രയൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും 10-25 ലിറ്റർ വെച്ചും ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മേൽമണ്ണ് ഇങ്ങനെ ചെറുതായിട്ട് കൊത്തിക്കിളച്ച് മാറ്റണം. അതിപ്പം ശ്രദ്ധിക്കേണ്ടത് ഒറ്റ വേര്, അതായത് കാണ്ഡത്തോടടുത്തുള്ള വേരുകളാണ്, ചെറിയ വേരുകളാണ് പൊറ്റ വേരുകളെന്ന് പറയുന്നത്. അത് അധികം പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. അത് തെങ്ങിൻ്റെ ഉൽപാദനക്ഷമതയെ കാര്യമായി ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ കുമ്മായം വരേണ്ട മണ്ണാണ് ഇതിൽ കൂടുതലുമുള്ളത്. pH നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ എന്ത് വളം ചെയ്തിട്ടും കാര്യമില്ല. ഇനി നമുക്ക് പുതയിടുന്നതിൻ്റെ ഭാഗമായിട്ട് തൊണ്ടുകൾ എങ്ങനെ അടുക്കണമെന്ന് നോക്കാം. തെങ്ങിൻ്റെ അടിയിൽ നിന്നും ഒരടി അകലത്തിൽ ഇതുപോലെ കൃത്യമായിട്ട് കമിഴ്ത്തി വയ്ക്കണം തൊണ്ടുകൾ. 3 ലെയറായിട്ടാണ് തൊണ്ടെടുക്കേണ്ടത്. അതുപോലെ ഈ തെങ്ങിന് ഒരുപാട് രോഗങ്ങൾ ബാധിച്ചിരുന്നു. ഈ തെങ്ങിൻ്റെ ഓല നല്ല രീതിയിൽ കരിയുന്നുണ്ടായിരുന്നു. പിന്നെ മച്ചിങ്ങ, വെള്ളയ്ക്ക പൊഴിഞ്ഞു പോവുകയായിരുന്നു. അതുപോലെ ഇതിൻ്റെ മച്ചിങ്ങ വലുതായി കഴിയുമ്പോൾ ഏതാണ്ട് കരിക്ക് പ്രായമാകുമ്പോഴേ മോടം കറുത്തിട്ട് അഴുകി താഴെ വീണ് പോവുകയായിരുന്നു. അത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ കൃഷി ഓഫീസറുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എന്നോട് നിർദ്ദേശിച്ചത് മാംഗോസെബ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി, അതുപോലെ കാർബോസൾഫാൻ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 45 ദിവസം ഇടവിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അതിന് ശേഷം ആ 2 രോഗങ്ങളും ഈ തെങ്ങിൽ നിന്നും പൂർണ്ണമായി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തിലാണ്. പിന്നെ ഈ തെങ്ങിനെ പിന്നെ മറ്റൊരു മണ്ടരി ബാധിച്ചിരുന്നു. മണ്ടരി ബാധിച്ചപ്പോൾ പല ഇതും ചെയ്തിട്ടും മാറിയില്ല. പക്ഷേ ഞങ്ങൾ പുക കൊടുത്തിരുന്നു. തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു 2 മീറ്റർ മാറിയിട്ട് പുക ഇട്ട് കൊടുത്തിരുന്നു. അത് നല്ല ഫലപ്രദമായ ഒരു ചികിത്സ രീതിയാണ്. അതിൽ നിന്ന് മണ്ടരി രോഗവും പൂർണ്ണമായും ഈ തെങ്ങിനെ ബാധിച്ചിരുന്നു. അത് പൂർണ്ണമായും മാറിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഈ തൊണ്ട് അടുക്കി സംരക്ഷിക്കുന്നത് കാരണം ജലം കുറച്ച് കൊടുത്താൽ മാത്രം മതി. തൊണ്ട് അടുക്കിയതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി ഈ വിടവിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം അത് നല്ലൊരു ജൈവവളമല്ലേ. ഇത് ശുദ്ധീകരിച്ച ചാണകപ്പൊടിയാണ്. ഇതിൻ്റെ വിടവിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. തൊണ്ടിൻ്റെ പുറത്ത് വീണ ഈ ചാണകപ്പൊടി മണ്ണിലേക്ക് അങ്ങ് അലിഞ്ഞ് ചേരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ വെള്ളം മൊത്തത്തിൽ നല്ലപോലെ ഒഴിക്കണം. തൊണ്ട് അടുക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് വട്ടച്ചവർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 2-3 വർഷം മുൻപ് ഞാൻ ഇതുപോലെ ഇതിൻ്റെ തടം നിറയെ വട്ടച്ചവർ ഇട്ട് കൊടുത്തായിരുന്നു. ഉണങ്ങിയ വട്ടയുടെ കരിയിലയും പച്ചയും എല്ലാം ചേർത്തിട്ട് കൊടുത്തു. ഇപ്പോൾ ഈ ഒരു തെങ്ങ് D&T തെങ്ങാണിത്. 5 വർഷം പ്രായമായി. കൃത്യമായി 3.5 വർഷത്തിൽ തന്നെ ഇത് കായ്ച്ചു. എനിക്ക് തോന്നുന്നു ഈ വട്ടച്ചവർ ഇട്ടതും ഇത് പ്രധാന ഘടകമാണെന്ന് തോന്നുന്നു. നല്ലതാണ്, കർഷകർക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ വട്ടയുടെ ഇല നല്ലതാണ്. പിന്നെ ഈ തെങ്ങിനെ കൊമ്പൻചെല്ലി ശരിക്ക് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആക്രമണം ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും, കണ്ട ഉടനെ തന്നെ അതിൻ്റെ ആ ഒരു അവശിഷ്ടങ്ങളെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അവിടേക്ക് സാഫ് കലക്കി ഒഴിക്കും. കാരണം ആ ഭാഗത്തുകൂടിയാണല്ലോ നമ്മുടെ ചേമ്പൻചെല്ലി കയറുന്നത്. അദ്ദേഹം കയറി കഴിഞ്ഞാൽ അറിയില്ല, അത് മണ്ടം അറിയുമ്പോഴേ അറിയത്തുള്ളൂ, പുറമേ നിന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. പക്ഷേ ഈ സാഫ് കലക്കി ഒഴിക്കുന്നതോടുകൂടി ആ ഭാഗത്തൂടെ ഫംഗസ് ബാധയും ഏൽക്കില്ല. ചെമ്പൻ്റെ ആക്രമണത്തെയും ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ എല്ലാ കവിളുകളിലും പാറ്റ ഗുളികയും വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും സംരക്ഷിച്ചു വരുന്നു. വട്ടച്ചവറിട്ടു അതിന് മുകളിലേക്ക് ഈ തെങ്ങിൻ്റെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങൾ, കരിയിലയും പ്ലാവിൻ്റെ ഇലയും എല്ലാം ഉണ്ട് ഇതിനകത്ത്. അതെല്ലാം കൂടെ നന്നായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇടും. അപ്പം നല്ല ഒരു തണൽ കിട്ടും, ഈർപ്പം നിലനിർത്താനും പറ്റും. ആഴ്ചയിൽ 3 തവണ നനയ്ക്കുന്നുണ്ട്. അതുകൂടാതെ എൻ്റേതായ ഒരു ഐഡിയ ഞാൻ പ്രയോഗിക്കുന്നുണ്ട്. ഒരു ചെറിയ ഡ്രിപ്പ് സിസ്റ്റമാണ്.
വലിയ പൈസ ചിലവൊന്നുമില്ല. നമ്മൾക്ക് സാധാരണ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പ് അത് ഈ ബക്കറ്റിൽ ഹോൾ ഇട്ടതിന് ശേഷം അത് അതിനുള്ളിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ഒരു അഡോപ്റ്റർ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ തുമ്പത്തോട്ട് വെച്ചതിന് ശേഷം അപ്പോൾ ഇത് ചൂടാക്കി അതിൻ്റെ PVC പൈപ്പിൻ്റെ അഗ്രഭാഗം ഒന്ന് അമർത്തി വയ്ക്കണം, തുള്ളി തുള്ളിയായിട്ട് വീഴുക. എന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ മതി, ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് വീണുള്ളൂ. അപ്പോൾ നമ്മൾ ജലം കൊടുക്കുന്നതിനൊപ്പം ഈർപ്പം നിലനിൽക്കാനും നല്ലതാണ്. ഇത് ചുറ്റും കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇതുപോലെ പുതയിടുന്നത് തെങ്ങുകൾക്ക് നല്ലതാണ്. കഠിനമായ ഉണക്കിൽ നിന്നും തെങ്ങിനെ സംരക്ഷിക്കാൻ കർഷകരായ നമുക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റും. 50 ലിറ്റർ വെള്ളം കൊടുക്കേണ്ട സ്ഥാനത്ത് ഇതുപോലുള്ള ചെറിയ ഡ്രിപ്പ് സിസ്റ്റവും പുതയുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ തെങ്ങിൻ്റെ കായ്ഫലം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ 1000 നന്ദി. ഞാൻ രാജേന്ദ്രൻ വ്ലോഗ്സ്, വള്ളികുന്നം.